എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മപ്പാസാണ്. ഇതിനു വേണ്ടി ഞാനെടുത്തത് 1/4 കിലോ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക കഴുകി വെള്ളമെല്ലാം തുടച്ച് 1 ഇഞ്ച് നീളത്തിൽ മുറിച്ച് വയ്ക്കുക. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക വറുക്കാം. അതിനുവേണ്ടി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെണ്ടയ്ക്ക വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്കയിട്ട് പകുതി ഫ്രൈ ആകുമ്പോൾ കുരിയെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായി അതേ പാത്രത്തിൽ തന്നെ ബാക്കി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അരിച്ചൊഴിച്ച് 6 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. പിന്നെ 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞതും 6 പച്ചമുളക് കീറിയതും എരിവുള്ളതാണെങ്കിൽ 3-4 മതി. ഇത് രണ്ടും കൂടി ചേർത്ത് വഴറ്റുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് തക്കാളി വേകാൻ 2 മിനിറ്റ് വഴറ്റുക. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. പിന്നെ 1/2 കപ്പ് തേങ്ങയുടെ 1/4 കപ്പ് 1/4 പാൽ മാറ്റി വെച്ചിട്ട് 1/2 കപ്പ് 2/2 പാൽ ഒഴിച്ചിളക്കി വറുത്തു വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വെണ്ടയ്ക്ക വെന്ത് കഴിയുമ്പോൾ 1/4 കപ്പ് 1/4 പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചൂടാക്കുക. 1/4 പാൽ ഒഴിച്ചിട്ട് കറി തിളപ്പിക്കരുത്. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കുക. നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ചെറിയ ഉള്ളി മൂപ്പിച്ചിടാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 3 വറ്റൽമുളക്, 6 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് മൂപ്പിച്ച ശേഷം കറിയിൽ ഒഴിച്ചിളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്.